ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ സിപിഐഎം യോഗം വിളിക്കും. 5 ദിവസം നീളുന്ന സംസ്ഥാന നേതൃയോഗം വിളിച്ച് തോൽവി വിശദമായി പരിശോധിക്കാനാണ് സിപിഐഎം നേതൃത്വത്തിന് തീരുമാനം. തോൽവി ഗൌരവമായി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ന് തുടങ്ങുന്ന ദേശീയ നേതൃയോഗം കഴിഞ്ഞ 10-ന് സിപിഐഎം സംസ്ഥാന എക്സിക്യൂട്ടീവും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരടി മൂലം മുന്നോട്ടു പോകാനായില്ല എന്നതാണ് ഇത്തവണത്തെ തോൽവി സിപിഎമ്മിന് നൽകിയിരിക്കുന്ന വലിയ തിരിച്ചടി. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJP അക്കൌണ്ട് തുറന്നതും പാർട്ടിക്ക് വലിയ ആഘാതമായി. തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന വിപൽ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക അനിവാര്യമാണ്. ഇതിനുവേണ്ടിയാണ് 5 ദിവസം നീളുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഈ മാസം 16-നും 17-നും സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക. ജില്ലകളിൽ നിന്നുള്ള വോട്ട് കണക്കുകളും റിപ്പോർട്ടും വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും. ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് വിശദമായി ചർച്ച ചെയ്യും. സർക്കാർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുമെന്നും സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭിമാനമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനായി CPI ദേശീയ നേതൃയോഗം ഇന്ന് തുടങ്ങും. ഇന്ന് ദേശീയ സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും ദേശീയ എക്സിക്യൂട്ടീവുമാണ് ചേരുന്നത്. ഈ മാസം 10-ന് ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കേരളത്തിലെ ഫലം വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മത്സരിച്ച 4 സീറ്റിലും CPI തോറ്റു. കഴിഞ്ഞ തവണയും സംസ്ഥാനത്ത് CPI സംപൂജ്യരായിരുന്നു. തമിഴ്നാട് നിന്നുള്ള 2 സീറ്റ് മാത്രമാണ് പാർട്ടിയുടെ മാനം കാത്തത്. 4 സീറ്റും തോറ്റ സാഹചര്യത്തിൽ സർക്കാരിൽ തിരുത്തൽ ആവശ്യപ്പെടണമെന്ന ആവശ്യം CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നേക്കും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനത്തിനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.